എന്തെങ്കിലും ഒന്ന് ഭക്ഷണം വാങ്ങിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ് എന്ത് നോക്കി നോക്ക് ഒരു വങ്ക് ഉണ്ടാക്കിക്കണത്. തൊരവൻ അങ്ങോട്ടും കേറിയോ? അത് സാരല്ല. പെരിച്ചാഴിയപ്പോ അവിടെ കയറാൻ നോക്ക്. ഇന്നലെ ചെറിയൊരു ഓട്ടയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലേക്ക് നോക്കി നോക്ക്, ഓട്ടയുടെ വലിപ്പം നോക്ക്. നമ്മുടെ ഈ വടിയിലെ നീ കയറി ഇങ്ങോട്ട് നോക്ക്, കണ്ടോ ഇങ്ങോട്ട്. എന്താണ് പണി? ഇതന്നെയാണ് പണി. ഇത് ആർക്ക്? പെരിച്ചാഴിയല്ല, അല്ലാണ്ടപ്പോ എങ്ങനെ ഇവിടെ ഒരു ഹോള് വരുന്നത്? എനിക്ക് പേടിയാവും കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോ വീട് വെച്ചിട്ട് പതിക്കായിട്ടും കൂടി ഇല്ല. അതാണ്ട് എത്ര വരെ പോണ്ട്. അതെ, അത് അത്ര വരെ പോവാറുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നേരെ ഇതിന്റെ അടിയിലേക്കുള്ള അതല്ലേ മണ്ണൊക്കെ വാരിയിട്ടുണ്ട്, അവിടേക്കുള്ള ബൈപ്പാസ് ആയിരിക്കും. അപ്പൊ ഇത് ഈ ബൈപ്പാസ് വീടിന്റെ അടി കൂടെ പോയിട്ടുണ്ടാവും ഞാൻ നോക്കണ്ടോ? വീട് കഷ്ടപ്പെട്ട് ഒരു വീട് കയറ്റിയ എന്താണോ ഇവിടത്തെ? എനിക്കറിയില്ല. നോക്കി നോക്ക്, എത്ര വെയിലിട്ട് പറഞ്ഞിട്ട്. അനിയൻ കുത്തിയതാണ് കേട്ടോ തിന്നിട്ട്. കുട്ടികളുടെ മറ്റേ കാല് ഇതായി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടേ. കണ്ടോ മണ്ണ് എന്നിട്ട് പെരിച്ചാഴി ഇവിടുന്ന് മാന്തിക്കാണ് പറയണേ. മണ്ണ് ഇവിടുന്ന് പെരിച്ചാഴി മാന്തിയിട്ടുണ്ട് പറഞ്ഞ മണ്ണ് കാണില്ലേന്ന്. മണ്ണ് എങ്ങനെ കാണുക? അതവിടെ ഇല്ലേ, വിഷം വെച്ച് കൊടുക്കേണ്ടി വരും. അല്ലാതെ അതവിടെ കണ്ടോ, അപ്പുറത്ത് മാന്തിയില്ലല്ലേ. അപ്പൊ ഇതിങ്ങനെ മാന്തിട്ട് ഓരോ വഴിക്ക് പോവുകയാണ്. എന്നാ മര്യാദക്ക് എന്തിനാ ബുദ്ധിമുട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകണോ? എനിക്കറിയാം. പുറത്തു കൂടെ പോക്കൂടെ? സുകന്യേ മോട്ടർ നിർത്തുവോ? സുകന്യ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴേ എന്താ നമ്മള് പറയുകയാണെന്ന് പറഞ്ഞ വെച്ചാല്, ഇവിടെ അവിടെ ഒക്കെ തറവാട്ടിന്റെ ആ ബേക്ക് വശം മൊത്തം തിന്നക്കണു. ഒരു വശമല്ല, ബേക്ക് വശം വിഷം വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ. ആദ്യമൊക്കെ നമ്മള് വിഷം വെച്ച് കൊടുക്കാതിരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ചാത്തപ്പനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവന് ബുദ്ധിമുട്ടാവില്ലേന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുക്കാതിരുന്നതാണ്. ഇനി എന്തായാലും പെരിച്ചാഴീനെ കൊന്നിട്ടില്ലെങ്കിൽ ശരിയല്ല. ചില ഭാഗത്ത് കണ്ടിരുന്നു പെരിച്ചാഴീനെ കൊന്നിട്ട് കൂട്ടാൻ വെക്കണത്. അല്ല, പെരിച്ചാഴീനെ കൂട്ടാൻ വെക്കാന്ന്. പെരിച്ചാഴി വൃത്തിയിട്ടതൊന്നും കഴിക്കുന്ന സാധനമൊന്നുമല്ല. അത് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ പോലുള്ള ഈ മണ്ണ് നല്ല സാധനങ്ങൾ തിന്നുന്ന. പക്ഷെ എലിയുടെ വർഗത്തിൽ പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. കാണാനൊരു കോലല്ലാന്നേ ഉള്ളൂ. ഏട്ടന് സൂപ്പ് വെച്ച് തന്നാൽ ഏട്ടൻ കഴിക്കുന്നതാണ് അതിന്റെ അർത്ഥല്ലേ? അല്ല, അത് അങ്ങനെ വൃത്തിയിട്ട ജന്തുവൊന്നുമല്ലേ. പെരിച്ചാഴി പറഞ്ഞ വൃത്തിയിട്ടതൊന്നും കഴിക്കുന്നല്ല. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ജീവിക്കുന്ന സാധനമാണ്. എനിക്കിന്ന് രാവിലെ മുതൽ ഭയങ്കര വിഷമട്ടോ ഇത് കണ്ടിട്ടേ. നോക്കിയൊക്കെ നമ്മള് എന്തെങ്ങനെ ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. ഇതൊക്കെ ഫുള്ള് നമ്മുടെ എങ്ങനെയാ നിന്നിരുന്നത്, ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഭാഗമായിരുന്നു. നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്തതാ. ഇത് എന്നിട്ടും കരിങ്കല്ലും കൊണ്ട് കെട്ടാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് നമ്മൾ വെട്ടുകല്ലും കൊണ്ട് കെട്ടിയത് കേട്ടോ. വെട്ടുകല്ലും കൊണ്ട് ഇപ്പൊ വണ്ടി ഇവിടെ നിർത്തുമ്പോൾ ഇങ്ങോട്ട് തള്ളിച്ച വരികയാണ്. ലൂസ് മണ്ണായതും കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ തള്ളിച്ച വരും. തള്ളിച്ച വന്നു കഴിഞ്ഞു വെച്ചാൽ അതും ബുദ്ധിമുട്ടല്ലേ. എന്നേ എൻ്റെ അമ്മ കാശിരാമേശ്വരം പോയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പോയി. അമ്മയ്ക്ക് എന്താ, അമ്മ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പോണത്. അവിടുന്ന് വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഒറ്റയ്ക്ക് പോണത്. ആരെങ്കിലും ഇല്ലാണ്ട് പോവുക പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ. അമ്മയ്ക്ക് അവിടെ പോയിട്ട് ബലിയിടണം എന്ന് പറഞ്ഞു. അപ്പൊ എവിടെയാണോ പോലെ ബലിയിടുക? രാമേശ്വരത്തോ? എനിക്കറിയൂടാ, ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. നമ്മളാരും പോയിട്ടില്ല. അപ്പൊ ഇന്നലെ അമ്മയ്ക്ക് സ്ഥലങ്ങൾ കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പോയി കാണുന്നതല്ലാണ്ട്. ഇന്നലെ അമ്മയ്ക്ക് കാണാൻ പൂതിയാവണു പറഞ്ഞിട്ട് വേഗം വന്നതാണ് കേട്ടോ. ഇന്നലെ ഈ സമയത്തൊന്നും വന്നിട്ടില്ല അല്ലേ. നല്ല വൈകിട്ടാ വന്നത്. പണി മാറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ വന്നു. എന്നിട്ട് ഇന്ന് രാവിലെയാണ് പറഞ്ഞാൽ 8 മണിയാകുമ്പോഴേക്കും അമ്മ പോവുകയും ചെയ്തു. അവിടുത്തെ അമ്മയൊന്നും കാണുകയും ചെയ്തില്ല ഇവരൊന്നും. അപ്പേക്ക് തന്നെ പോയി. നേരത്തെ പോട്ടേന്ന് വിചാരിച്ചിട്ട്. ഭയം. ഞാൻ സുകന്യല്ലേ. ഞാൻ എത്തി നോക്കുന്നു വേണ്ട. എൻ്റെ എത്ര ഉണ്ട് ഉയരാവും. നീയാണോ വെച്ചാലാണ് ഇവിടുന്ന് ഇങ്ങനെ
ചാടണം അങ്ങോട്ട് ഇല്ലേട്ടാ. അപ്പൊ എന്താ സുകന്യല്ലേ ചായ കുടിച്ച ക്ലാസ് കഴിയണം കേട്ടോ. ക്ലാസ് കഴിയണതിന്റെ ഇടയിൽ അവള് പിറുപിറുക്കണുണ്ട്. അപ്പൊ ഞാൻ എന്താണ് ഇവള് പിറുപിറുക്കണെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. ചെക്കന്മാര് കളിക്കണേ. നമ്മുടെ പ്ലാവിലില്ലേ അവസാനത്തെ 3 ചക്ക ഉണ്ട് കേട്ടോ. 3 ചക്ക ഉണ്ടായിട്ടുണ്ട്. ഈ കർക്കിടക മാസം കഴിഞ്ഞ് ചിലപ്പോൾ ചിങ്ങമാസത്തിലായിരിക്കും അത് മൂക്കുക തോന്നുന്നുണ്ട്. അപ്പോൾ ഓണ സമയം ഇപ്രാവശ്യം ഓണായതുകൊണ്ട് നമുക്ക് ചക്കലിശ്ശേരി ഉണ്ടാക്കാം. ചക്കലിശ്ശേരിയോ ചക്കപ്പായസോ? ചക്കപ്പായസോ ചക്കലിശ്ശേരി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലേ? ചക്കലിശ്ശേരിയിൽ കാര്യമില്ല, ചക്കക്കൂട്ടാൻ സമയമാണ്. ചക്കക്കൂട്ടാൻ ചക്കപ്പായസമാണെങ്കിൽ ഗെയിമാവും. പിന്നെ നോക്കാം. എന്ത് ചക്കപ്പായസോ? ചക്കപ്പായസല്ല, ചക്ക കിട്ടിയല്ലേ ചക്കപ്പായസം ഉണ്ടാക്കാൻ പറ്റൂ. അതാ കണ്ടോ വെള്ളി കണ്ടോ, ആ ഇല വെള്ള കളറുള്ള ഇല കണ്ടോ? അത് ഞാൻ എന്നെ കണ്ടില്ലേ ഇങ്ങനെ. അതാ കണ്ടോ വെള്ളില. ആ ഇല നമ്മള് തലയിൽ തേച്ച് കഴിഞ്ഞാൽ താളിക്ക് പകരമായിട്ട് തേക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴൊന്നും എത്ര പേര് തേക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ തന്നെ ഇപ്പൊ തേക്കുന്നില്ല കേട്ടാ. അത് വേറെ കാര്യം. എന്താ ചെറുപ്പത്തിലൊക്കെ അമ്മ അത് അരച്ചിട്ട് തലയിൽ തേച്ച് തന്നിരുന്നു. അത് നല്ലതാണ്. മഴച്ചാല് കൊള്ളുകയല്ലേ ഞാനൊരു കാര്യം നോക്കാൻ വേണ്ടി വന്നതാണ്. എവിടേക്കാ കുട്ടി തെങ്ങാട്ട്? മൊക്കുറ്റിയില്ലേ എന്താ ഇപ്രാവശ്യം അധികം കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. ആൾക്കാർക്ക് കർക്കിടക മാസത്തിലൊരു മുക്കുറ്റി ചാന്തടൽ ഉണ്ടല്ലോ, പതിവുണ്ടല്ലോ. ഞാനൊക്കെ ഇട്ടിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? നല്ലതാണ് എന്ന് പറയും, അസുഖങ്ങളൊന്നും വരില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ അവിടെ കണ്ടപ്പോൾ പറിച്ചതാ. വേണോ? ഈ പെരിച്ചായുടെ തുളയില്ലേ, പെരിച്ചായുടെ അതില് ഉണ്ണി അങ്ങോട്ട് കാലിടല്ലേ, ഒരു ചകിരി ഇട്ട ചകിരിയില്ലേ കുറച്ച് കനാലിട്ടിട്ട് അതിൽ കുറച്ച് 2-3 ഉണക്കമുളക് വെച്ചിട്ട് ഈ വായ അടച്ചിട്ട് എങ്ങനെ ഉണ്ടാവും? അയ്യോ അങ്ങനെയൊന്നും ചെയ്യണ്ട. പെരിച്ചാഴീനൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ചെയ്യണം? എന്നാൽ അവിടെ നിന്ന് പെരിച്ചാഴീനെ വിളിച്ചാൽ മതി, എന്നൊക്കെ പുറത്തേക്ക് വരട്ടെ. അങ്ങനെ ചെയ്യാന്ന. ഇന്നലെയും നമ്മൾ നമ്മുടെ മാലകളുടെയൊക്കെ വീഡിയോസ് കാണിച്ചില്ലേ? കുറേ പേര് വന്നു നല്ല സെലക്ഷനാണെന്ന് പറഞ്ഞിട്ടോ. ഇനി നമ്മുടെ കയ്യിൽ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നതും വലിയവർക്ക് ഇടാൻ പറ്റുന്നതൊക്കെ മാലകൾ ഉണ്ട് കേട്ടോ. നമ്മളത് എന്താണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് സമയം കിട്ടിയില്ല. അതൊക്കെ കോളേജിലൊക്കെ പോകുന്നവർക്ക് ഇടാൻ പറ്റുന്നത് ആ രീതിക്കുള്ള എമ്പാടും കളക്ഷൻ കിടക്കുന്നുണ്ട്. എല്ലാതും ഉണ്ട്, എല്ലാതും ഉണ്ട്. അപ്പോൾ ഡെയിലി ഇതേപോലത്തെ ഡെയിലി വെയർ ഉപയോഗിക്കാൻ പറ്റുന്ന മാലകൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മാലകളുണ്ട്. അതൊരു 3 മാസമൊക്കെ കഴിഞ്ഞ് വെച്ചാൽ മുക്കി 6 മാസമൊക്കെ കഴിഞ്ഞ് മുക്കി എടുക്കാൻ പറ്റുന്ന മാലകളില്ലേ, അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഞാനത് കൊണ്ടുവന്നതും നമ്മുടെ ഇവിടെ അടുത്തുള്ളവർക്ക്, എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ തന്നെ ഉപയോഗിച്ചു കേട്ടോ, ഉപയോഗിച്ചു. ഇനി അത് കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ ആ മാലകൾ നമ്മൾ എന്താ 1-2 പീസ് മറ്റുണ്ട് ചേട്ടാ. പിന്നെ എനിക്കും ഒരുപാട് വീതിയുള്ളതൊന്നും ഇഷ്ടമല്ല. ഇന്നലെ വന്നപ്പോൾ അമ്മ അറിയണേ എന്താ, ഞങ്ങൾ ഇന്നലെ ഞാനും ഏട്ടനും കടന്നുറങ്ങിയ സമയം 1:30-ക്കാണ് കേട്ടോ. 1:30 വരെ എഴുതാനും ഓരോ കാര്യങ്ങളുണ്ട്, അനിയനുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിദേശത്തുള്ള ആൾക്കാരൊക്കെ നമുക്കിപ്പോൾ വിളിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ തന്നെ രാത്രി സമയങ്ങളിലായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അനിയൻ്റെ അടുത്ത് പറയും ഒന്ന് എന്താ എനിക്കും ബ്രസിക്കും കൊടുക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമല്ലോ. അപ്പം അങ്ങനെ എന്നിട്ട് അമ്മ പറയണേ എന്താ, എനിക്കത് ഭയങ്കര ഒരു മനസ്സിൽ, നമ്മളത് പറയുകയല്ല കേട്ടോ. അമ്മ പറയണേ നമ്മൾ എവിടെയും ആരും അറിയാത്ത ഒരു മൂലയിൽ ഇരിക്കേണ്ട നമ്മളെ എത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. എന്നാലും അമ്മ വന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സന്തോഷമല്ലേ. അതാണ് പറയുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുക അമ്മ. ഇഷ്ടമായി, എന്താ നല്ലതാണ് അമ്മ വളർത്തിയതും കൊണ്ട് നല്ലതായിന്ന്. സത്യം പറയാലോ, നമ്മളൊക്കെ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു തുണിക്ക് മറുതുണിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട സമയത്തൊക്കെ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷെ ഞങ്ങളെ എന്താ എത്രയെന്ന് വെച്ചാലും ആരുടെയും ഒന്നും ആഗ്രഹിക്കാതെ നമ്മളെ അത് നല്ലതാണ്, ആഗ്രഹിക്കാണ്ട് നമ്മളെ വളർത്തിയതും കൊണ്ട് നമ്മൾ ഇന്ന് ഇങ്ങനെയായി. ഇപ്പോഴും നമുക്ക് അന്തസ്സാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ പറയില്ലേ, എൻ്റെ അമ്മ എപ്പോഴും ഒരു വീട്ടിൽ പണിക്ക് പോണതാണ്. പക്ഷെ പുറത്തൊക്കെ അമ്മയൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങളല്ലേ ആ വീഡിയോയിലുള്ളത്, നിങ്ങൾ എന്താ ഇവിടേക്ക് വരുന്നത് ചോദിക്കുമ്പോൾ അമ്മ പറയത്രേ ഞാൻ ഇവരുടെ വീട്ടിലെ പണിക്ക് പോണത് പറയത്രേ. അപ്പോൾ അത്രയും അമ്മയ്ക്കൊരു അഭിമാനം. അമ്മ പറയണത് ഏട്ടന്മാർക്കാണോ വെച്ചാലും അമ്മമാർക്കാണോ വെച്ചാലും ഒരുപാട് ആ അമ്മ വളർത്തിയ മകള് നന്നായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ, അല്ലേ ഏട്ടാ? കാരണം
ഒരുപാട് യാതനകൾ സഹിച്ച് മക്കളെ വളർത്തിയിട്ട് ആ മക്കൾ നന്നായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആ അമ്മമാരുടെ സന്തോഷം എത്രത്തോളം ഉണ്ടാവും. അതാ സുകന്യ നോക്കിയേക്ക്, കാണിക്ക്, ബാ ബാ പൊന്നാ ബാ, നോക്ക് കാണിക്കട്ടാ. ಏನು ಆಯಿಲ್ ಏ ಶುಪ್ರಹ പറഞ്ഞാലെങ്കിലും നോക്കി നോക്ക്, ചീവിടിന്റെ പോലെ ചിലക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആരടി കുഞ്ഞുണ്ണി അത്രേ. കുഞ്ഞുണ്ണി ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഇത് കടിച്ചോ. കാന്താരി മുളക് കഴിച്ച കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അറിയോ? കഴിക്കണോ? ഇത് കഴിച്ചേക്ക് ബിരിയാണി വാങ്ങി തരുമോ? നീ ബിരിയാണി വാങ്ങി തരാൻ വേണ്ടി കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലോ. കുരുമുളക് മാത്രം തിന്നെ, ബിരിയാണി അല്ല തിന്നെ. സുകന്യ ഇത് കഴിച്ച ബിരിയാണി വാങ്ങി തരുമോ? ചോദിച്ചേക്ക്, സുകന്യ വാങ്ങി തരും ചിലപ്പോ. അവളുടെ ബാഗ് ഒന്ന് തപ്പണട്ടോ. എന്റെ കയ്യിലില്ലേ, ഇവൾക്ക് 5 രൂപയെങ്കിലും ഇല്ലാറില്ലേ. എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല കേട്ടോ. എന്റെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവില്ല. ഉള്ള കാര്യം പറയും, എന്റെ ഓട്ടക്കൈയാണ് എപ്പോഴും. എല്ലാം പറഞ്ഞു വെച്ചാല് എന്താ കയ്യത്തെ പൈസ എങ്ങനെയെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഞാനിയേട്ടാ ഒരു ഇതിന് മീൻകാരൻ വരുമ്പോൾ 1 കിലോ മീൻ വാങ്ങുക. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവരടുത്ത് ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചു നോക്ക്. ചില വയസ്സായ അച്ഛന്മാരൊക്കെ ആയിരിക്കും മീനും കൊണ്ട് വരിക. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കുട്ടി ഇതെന്താ സാധനം നിന്നാളൊരു അപ്പ പറയുന്ന കേട്ടോ, ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചു, കുട്ടി ഇതെന്താ സാധനം, അതെന്ത് മീനാണ്. ആ മത്തി അതിലൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്, ഗൂഗിൾ പേ എൻ്റെ അടുത്തില്ലാന്ന്. വാവനോ ഞാനൊന്നും മിണ്ടിയില്ല. മാങ്ങ ഉണ്ടറി അവിടെ. മാങ്ങ ഇന്നലെ അമ്മ വരുമ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എല്ലാവരും വരട്ടെ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, മാങ്ങ ഇപ്പോൾ നമ്മുടെ ഇവിടെ അധികം കിട്ടാത്തത് കൊണ്ട് മാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ ചെത്തുകയാണ് പറഞ്ഞാൽ അത് നടക്കും. സുകന്യെ, നീ എന്താണ് സെറ്റ് സാരി ഒന്നും എടുത്തിട്ട് വീഡിയോയിൽ നിൽക്കാത്തതെന്ന്? നിന്നെ കാണാൻ അങ്ങനെ ആഗ്രഹമുണ്ട് ഇത്രേ. നന്നായിന്ന്. ഇപ്പൊ നിനക്ക് സാരി കൊടുക്കണ്ടേ? പിന്നെ ഞാൻ എന്താണ് ചെയ്യുക ഇതിനെ? സാരി ഉടുക്കുക ഉടുപ്പിച്ച് കൊടുക്കാൻ ഞാൻ വേണം, അഴിച്ചു കൊടുക്കാൻ ഞാൻ വേണം, എല്ലാറ്റിനും തല കെട്ടി കൊടുക്കാൻ ഞാൻ വേണം. ഈ ഫുൾ എങ്ങനെ പറയാ, അവളുടെ ബ്യൂട്ടീഷ്യൻ ഞാനാണ് കേട്ടോ. എല്ലാവരും ചോദിക്കില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരുക്കുക എന്നുള്ളത്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ, തയ്യലും ബ്യൂട്ടീഷ്യനും പഠിക്കണം എന്നത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ തയ്യൽ ഏകദേശം കുറച്ചൊക്കെ എത്തി, പക്ഷെ ബ്യൂട്ടീഷ്യൻ പറ്റിയില്ല. ഞാൻ ഒരുക്കാറുണ്ട് കേട്ടോ. അമ്മൂനെയൊക്കെ ഞാനല്ലേ കേട്ടോ കല്യാണത്തിന് ഒരുക്കിയത്. ഞാൻ 2-3 കല്യാണത്തിനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സുകന്യ പിന്നെ അത് കഴിഞ്ഞ് സുകന്യയുടെ ഓരോ വീഡിയോയുടെ കാര്യങ്ങൾക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഔട്ട്ഡോർ വീഡിയോ എടുത്ത് വെക്കുമ്പോൾ ഞാനാണ്. പിന്നെ അവൾ വിരുന്ന് പോകുമ്പോഴൊക്കെ ഞാനാണ് ഒരുക്കി ഇങ്ങനെ ചെറുതായിട്ട് കുങ്കുമൊക്കെ ഇട്ട് ഒരു ഭംഗിയാക്കി കൊടുക്കും കേട്ടോ. പക്ഷെ എൻ്റെ മക്കളെ ചെറുതാവണ സമയം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ നല്ല രീതിയിൽ ഒരുക്കാൻ പറ്റി. ഇപ്പം അവർക്ക് കണ്ണെഴുതാൻ പാടില്ല, പൗഡർ ഇടാൻ പാടില്ല, പൊട്ടിടാൻ പാടില്ല. ഇതൊക്കെ പകരം ചെയ്താൽ മതി. ഇപ്പൊ നിന്റെ കുപ്പികളെവിടെ? ഇവൾക്ക് ഇങ്ങനത്തെ കുറേ കുപ്പികളുണ്ട് കേട്ടോ. ഇതാണ്ടോ, ഇനി ഇത് അവര് കണ്ടിട്ട് പറയണം എൻ്റെ അടുത്തേ. ഞാൻ എന്തെടുത്തപ്പോൾ ഇത് നിങ്ങൾക്ക് കൊള്ളുമെന്ന്. ഞാൻ പറഞ്ഞു സ്ഥിരം വള ഇട്ടിട്ട് പിന്നെ ഇതെന്താ കൊള്ളാണ്ടെന്ന്. കരിവാള കണ്ട, ഞങ്ങൾ നാളെ എവിടെ പോയി വരുമ്പോഴല്ലേ ഉണ്ടുണ്ടായിട്ട് വളകൾ ഇങ്ങനെ ചരടിൽ കോർത്ത് വെച്ചേക്കണു. കോയമ്പത്തൂർ പോയപ്പോൾ ഞാൻ എന്നിട്ട് കുറേ പറഞ്ഞു, 2 ആളെടുത്ത് വണ്ടി നിർത്തുന്നു. ഇവര് വണ്ടി നിർത്തിയില്ല. നമുക്കെല്ലാവർക്കും കുറേ വാങ്ങിട്ട് വരായിരുന്നു അല്ലേ ഏട്ടാ? പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഇതിങ്ങനെ പുഴുങ്ങി തിന്നാറുണ്ട്. ഇത് കയ്യിലിടാനല്ലേ വേണ്ടു, അല്ലാണ്ട് 3 നേരം തിന്നാൻ പറ്റുമോ? എന്താ വളയനല്ലേ, ആവശ്യത്തിന് കയ്യിലിടാനല്ലേ വേണ്ടു. ഇത് താഴെ വീണ പൊട്ടിപ്പോ. കരിവള ഇട്ട് കഴിഞ്ഞാലേ ദൃഷ്ടിദോഷം ഉണ്ടാവില്ല, അറിയോ? അല്ലെങ്കിൽ നിങ്ങളങ്ങനെ കണ്ണു കെട്ടാൻ നടക്കുന്ന 4 പേരെല്ലാരും. വേഗം വായോ പറഞ്ഞല്ലേ. വേഗം വായോ, വെറുതെ മഴ തന്നെയല്ലേ, പണിയൊന്നുമില്ലല്ലോ. ചോറും മോരുകൂട്ടാനും വെച്ചു, ചോറായി. നീ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കണ്ണിമാങ്ങ അച്ചാറുണ്ട്, അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ. പിന്നെ കൊണ്ടാട്ടമുളകുണ്ട്, പപ്പടം പൊട്ടിച്ച് വറക്കാനുണ്ട് കേട്ടോ. കണ്ണിമാങ്ങ അച്ചാറാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ.
ഞാനേ വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് എന്താ വൈകുന്നേരത്ത് തിരുമ്പണമെന്ന് വിചാരിക്കില്ലേ, വൈകുന്നേരം അല്ല. കാരണം എന്താ വെച്ചാൽ അന്നന്നത്തെ തുണി അന്നൊന്നും തിരുമ്പി എടുത്തു കഴിഞ്ഞാൽ ആ പണി കഴിയും. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ നാളേക്കത് ഇരട്ടി പണിയാവും. ഇനി നാളെ എന്തായാലും മക്കൾക്ക് ക്ലാസ്സില്ലാതിരിക്കുകയല്ലേ. ഇത് കല്ലിൽ തിരുമ്പാനുള്ളതാട്ടോ. നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും നമുക്ക് കല്ലിൽ തിരുമ്പാൻ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇവിടെ ഒരു വെള്ള സാധനം ഉണ്ടായിരുന്നു, ആ സാധനം ആരെങ്കിലും കണ്ടിരുന്നു? എൻ്റെ പൊന്നുമില്ലേ, ഒരു സാധനം എവിടെ വെച്ചാലും അതെടുത്തിട്ട് അവൻ കൊണ്ടുപോകും. ഞാനില്ലേ എന്തായാലും അതൊക്കെ ഒന്ന് തിരയട്ടെ കേട്ടോ. ഇവിടെ എവിടെയും ആ സാധനം കാണല്ല. നീ കട്ടിലിൻ്റെ അടിയിലാണോ കിടക്കണത്, താഴത്തെ വീട്ടിലാണോ കിടക്കണത്, ഒന്നും അറിയില്ല. ഒന്ന് പോയി തിരയട്ടെ. അപ്പോഴേ നാളെ കാണാം. പിന്നല്ലേ ഇതിനേക്കാളും എനിക്ക് ഒരു ആവശ്യം എന്താ വെച്ചാൽ പെരിച്ചാഴി പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ മറച്ചിടും, അങ്ങനെയാവും കേട്ടോ. അപ്പോൾ കാരണം ചിലവരുണ്ടാവുമല്ലോ ഇതെന്തെങ്കിലും ചെയ്തിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ ശല്യമാകുമ്പോൾ ചെയ്തിട്ട് ഗുണമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഗുണമല്ല, ഇങ്ങനെ ചെയ്തിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിലേ, എന്തെങ്കിലും ചെയ്ത് ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിലേ അപ്പൊ ആർക്കും ഉണ്ടാവില്ല. അങ്ങനെയല്ല, എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് അത് വരാതെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുണ്ടു. നമ്മൾ കുപ്പിച്ചില്ല് കുപ്പിച്ചില്ല് പൊട്ടിച്ചിട്ടാൽ മതി പറഞ്ഞിട്ട് അത് ചെയ്യും. എന്ത് ചെയ്താലും ആ സാധനത്തിനൊരു ഇതുമില്ല. ഇനിയിപ്പം വിഷം എന്തെങ്കിലും വെച്ച് കൊടുത്തു വിചാരിച്ചോ, ഈ മഴ ചെയ്തും കൊണ്ട് അതും പിടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നാളെ കാണാം. പെരിച്ചാഴി പൊന്ന